റെസ്റ്റ് എടുക്കുന്നതാണ് കേട്ടോ. തണുപ്പായതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കയറി കിടക്കുന്നു ഗൈസ്. തണുപ്പൊക്കെ ആയില്ലേ. ഓ ഓ ഓ കൊതുക് കടിക്കുന്നു കൊച്ചിനെ. ഓ റെസ്റ്റ് എടുക്കുന്നതാണ് ഗൈസ്. തണുപ്പൊക്കെ അല്ലേ, അപ്പം ഇനി തറയിൽ കിടക്കാൻ ഒരു വിഷമമായിരിക്കും അവന്. റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണാനുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ്. ഒരാളുടെ കിടപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തണുത്തിട്ട് കിടക്കുന്ന ബിസ്ക്കറ്റ് കഴിക്കാൻ വിളിച്ചിട്ട് മടി തണുപ്പത്തുനിന്ന്. ഇത് കണ്ടോ കിടക്കുന്നത്? ഇത് കണ്ടോ ഒരുത്തൻ കിടക്കുന്ന കിടപ്പ്? ബിസ്ക്കറ്റ് പോലും അവന് വേണ്ട. അവന് ബെഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അത്രേ. ബിസ്ക്കറ്റ് വേണ്ടാന്ന് കണ്ടില്ലേ കിടക്കുന്നത് തണുത്തിട്ട് കേട്ടോ. നല്ല തണുപ്പ് വരുമ്പോൾ ഞങ്ങൾ ഷാളൊക്കെ ഇട്ട് പുതക്കും. രാത്രി പുതച്ച് കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കണം അവന്. തണുക്കുന്നുണ്ട് രാവിലെ. കണ്ടോ ബിസ്ക്കറ്റ് കഴിക്കാൻ വിളിച്ചിട്ട് അതിനും വരുന്നില്ല. കണ്ടല്ലോ ഫ്രണ്ട്സ്. മോന് ഇഷ്ടമല്ല. അപ്പോൾ വന്ന് ബിസ്ക്കറ്റ് കഴിച്ചാൽ മതി. അവിടെ കിടന്നോ സുഖത്തിന് കിടന്നു ചുരുണ്ട് കൂടി കിടക്കാം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കും കേട്ടോ. അവൻ്റെ ഡ്രസ്സൊക്കെ ഇനി എടുക്കണം പുറത്തേക്ക്. അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ 10 മണി കഴിയുമ്പോൾ ഒരു ചൂട് വരും. അപ്പോൾ 2-3 ദിവസവും കൂടെ കഴിഞ്ഞിട്ട് ഇടാമെന്ന് ഡ്രസ്സ് ഇടിപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. പുള്ളി വന്ന് കിടക്കുന്ന തന്നെ നല്ല തലകണിയിൽ തലയും വെച്ച്. ഞാൻ നോക്കുമ്പോൾ ഒരാളെ കാണാനില്ല. ബിസ്ക്കറ്റ് കഴിക്കാൻ പാടാ, ബിസ്ക്കറ്റ് കഴിക്കാൻ പാ പൊന്നൂന്ന് വിളിച്ചിട്ട് വരണയില്ല. അതേ ഇവിടെ കിടക്കുന്നു. കിടന്നോ പൊന്നു, നല്ല മോൻ. കിടപ്പൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ സെറ്റിയിൽ കിടക്കുള്ളൂ, കട്ടിലിൽ നിന്ന് ഇറങ്ങത്തില്ല. ഇത് സ്കൂബിൻ്റെയാണ് ആ ഡ്രസ്സ്. സ്കൂബിൻ്റെ ഡ്രസ്സ് മമ്മി അലമാര വെച്ച തണുത്തെങ്കിൽ ഇട്ടുതരാം. അവിടെ ഇരുന്നോ, ഇരിക്ക് ഇട്ടുതരാം. ഒരാൾ സന്തോഷത്തിലായിട്ടോ ഡ്രസ്സ് ഇടാൻ വേണ്ടി ഫ്രണ്ട്സ്. ഇപ്പോൾ എടുത്തോടുന്ന അവൻ്റെ. പക്ഷേ ഇതൊക്കെ ചെറുതായി കേട്ടോ. ഇനിയിപ്പോൾ പുതിയത് മേടിക്കണം അവന്. അത് ശരിയാവില്ല. ബാ ഇടട്ടെ, ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. ഇട്ടിട്ട് കാണിച്ചു തരാം. അതേ കയ്യിൻ്റെ തോണ്ടണ ഡ്രസ്സ്. കണ്ടോ ഫ്രണ്ട്സ്, ഇതൊക്കെ ഇടാൻ നിന്നേരും കേട്ടോ അവനറിയാം. ഇടട്ടെ മമ്മ. ലെഞ്ചി ഇട്ട് കൊടുത്തു കേട്ടോ. കണ്ടോ ഉടോ 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 ഉടു ബാബാ ഉടോ 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 ആയ് 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 ഉടുക്കെ ജാക്ക് മമ്മ സുന്ദരമായി വെച്ച് ഉടുക്ക് ബോഷ് ആ ഉടേത്തോ. ഈ സുന്ദരനായി മമ്മയുടെ പൊന്ന് പാ. ഇപ്പം തണുക്കൂല കേട്ടാ. എൻ്റെ പൊന്നിന് തണുക്കൂല പൊന്നിന്. ആ ഉടോ देखी उठो अच्छा उठो പൊന്നു ഉठो ഉठോ നമ്മുടെ പൊന്നു ഉठോ. ദേ അവനെ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. ഞാൻ അവിടെ താഴെ പണിക്കാർ ഉള്ളതുകൊണ്ടാണ് താഴത്തെ അലമാരയിലാണ് വച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവന് തണുക്കുന്നുള്ളതുകൊണ്ട് എടുത്ത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് കിടക്കണം. കിടന്നോ, ഇനി തണുക്കൂല കേട്ടോ മമ്മ. അമ്മ ഇന്ന് പെറ്റുകടയിൽ പോയി മോൻ്റെ ഡ്രസ്സുകളൊക്കെ. ഇത് അവൻ്റെ തന്നെ ഡ്രസ്സാണ് കേട്ടോ. ഇപ്പോൾ അത് ചെറുതായി. അവൻ്റെ തലവഴി ഇച്ചിരി ചെറുതാണ്. തലയ്ക്ക് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഏതായാലും 2-3 അവന് വേണ്ടി മേടിക്കണം. ഇന്ന് വൈകുന്നേരം ഞാൻ പെറ്റുകടയിൽ പോയിട്ട് അവൻ്റെ ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വരും കേട്ടോ. പെറ്റിൻ്റെയൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പം മുതലേ അവന് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല ഇതായിട്ട് വരുന്നു. കണ്ടോ കിടക്കുന്നത് തണുത്തിട്ടാണ് കേട്ടോ. നല്ല തണുപ്പ്. ഇനിയിപ്പോൾ തറയൊക്കെ നല്ല തണുപ്പല്ലേ. അവൻ ഇങ്ങനെയും കട്ടിലിൽ കിടക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. തണുപ്പ് നോക്കി ഞാൻ. കിടന്നോ, നല്ല മോൻ കിടന്നോ കേട്ടാ. നല്ല മോൻ കിടന്നോ കേട്ടാ. ആ നല്ല മോൻ കിടന്നോ.
ഇനിയിപ്പോൾ മമ്മി തണുപ്പത്ത് മുട്ടയൊക്കെ കൂടുതൽ തരും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കേട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ ഇത് ഇനി അവൻ്റെ നെക്കിൽ വല്ലത് കെട്ടണം. നെക്ടൈ കെട്ടിയിട്ട് വേണം ഫുഡ് കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴെപ്പോഴും മാറ്റാൻ പറ്റൂലല്ലോ. അതാണ് കേട്ടോ. അവൻ ഇരുന്ന് തരും, കൈയൊക്കെ എടുത്ത് തരും കേട്ടോ ഇടാനൊക്കെ. ഇതെന്തോ കാണിക്കുന്നത്? ഇതെന്തോ കാണിക്കുന്നത്? എന്തോ കാണിക്കുന്നത് എന്താണ്? ദേ എന്തോ കാണിക്കണ പൊന്നോ? ഇതെന്തോ ഉരക്കണേ? ഇതെന്തോ ഉരക്കണേ? ഇതെന്തോ ഉരക്കണത് പൊന്നോ? കണ്ടോ കണ്ടോ? ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്ന ഫുഡൊന്നും കഴിക്കണ്ടേ? വിശക്കണില്ലേ? വിശക്കണില്ലേ പൊന്നോ? ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നാൽ മതിയോ? തണുപ്പ് വന്നപ്പോൾ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കണേ. അയ്യോ, ആ കിടപ്പൊക്കെ കണ്ടോ? ഇത് കണ്ടോ ഫ്രണ്ട്സ്? ഞാനിത് റെസി കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട് അവന്. അയ്യോ, ഫുഡൊന്നും കഴിക്കണ്ടേ പൊന്നാ? ഫുഡൊന്നും കഴിക്കണ്ടേ? അമ്മയുടെ പൊന്ന് ഫുഡ് കഴിക്കണ്ടേ? ബാ, ഫുഡ് തരാം, വിശക്കണുണ്ട്. മോനെ കെട്ടണ്ട മമ്മിക്ക്, വെറുതെ ഒന്ന് ആ ബെൽറ്റ് നോക്കി വെക്കാനാ. ഉടുപ്പൊക്കെ ഇട്ട് തന്നപ്പോൾ സുഖമായിട്ട് കിടക്കണം പൊന്നോ. ഉടുപ്പൊക്കെ ഇട്ടപ്പോൾ പൊന്നി സുഖമായിട്ട് കിടക്കണം. ബാ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇത് അഴിച്ചിടാം അമ്മ. ബാ, വന്നോ? വന്നേ അച്ഛ വന്നേ, ഫുഡ് കഴിക്കണ്ടേ? വാ. മുപ്പന്ന് ഇപ്പോഴാ ഒന്ന് മോളിൽ കയറിയത് കേട്ടോ അവൻ. ഇറങ്ങ പോന്നാ കേട്ടാ. അപ്പോൾ ഫുഡ് കഴിച്ചോ മോൻ? ഫുഡ് കഴിച്ചോ? എൻ്റെ പൊന്ന്? ഫുഡൊക്കെ കഴിച്ച് വന്നു കേട്ടോ ഫ്രണ്ട്സ്. ഫുഡ് കഴിക്കാൻ പോലും തണുപ്പായിട്ട് ഇറങ്ങണില്ല അവൻ ഇപ്പോഴേ ഒന്ന് മോളിൽ കയറി. മറ്റത് മോളിൽ കയറുന്നതാട്ടോ, ഇത് മോളിൽ കയറിയില്ലേ. ഇപ്പോഴതേ കൊണ്ടുപോയി ഒന്ന് വെയിലത്തൊക്കെ നിർത്തി വന്നു. അപ്പോൾ ഓടി ഇങ്ങ് വന്നു. നമ്മുടെ പൊന്നാണോ? നല്ല കുട്ടിയാണ് കേട്ടാ. കിടന്നായിരുന്നോ? പൗഡറൊക്കെ ഇടട്ടെ മമ്മ, പൗഡറൊക്കെ ഇടട്ടെ. കിടന്നായിരുന്നോ പൊന്ന്? പൗഡറൊക്കെ ഇടട്ടെ. അമ്മയുടെ പൊന്നല്ലേ? അമ്മയുടെ പൊന്നല്ലേ? ഇത്രയും നേരം എണീക്കാതെ. ചൊറീനാൻ വിളിച്ചപ്പോൾ വിശന്നിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് വന്നു. ഇവനിങ്ങനെ ഒരുക്കുന്നതും ഇവനിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഫ്രണ്ട്സ്. പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര രസമാണ്. ഇനി പെറ്റ് കടയിൽ പോകണം. ഞാൻ പെറ്റ് കടയിൽ പോയിട്ട് അവൻ്റെ മെഡിസിൻസൊക്കെ മേടിക്കണം. അവൻ്റെ പുതിയ ഡ്രസ്സ് കൊണ്ടുവന്നിരിക്കും. ഇപ്പോൾ ഇതൊക്കെ ചെറുതായി കേട്ടോ. അപ്പോൾ അവൻ്റെ ഡ്രസ്സുകൾ എടുക്കണം. ഹൈറ്റ് തരട്ടെ മമ്മ, ഇട്ട് തരട്ടെ. കിടന്ന് തരുന്ന കേട്ടോ. കൈയുടെ അവിടേക്ക് ഇടാനാണ് ആ കൊച്ച് കിടന്ന് തരുന്നത് കേട്ടോ. അമ്മ ഇടട്ടെ, അവിടേക്ക് ഇടട്ടെ. ലില്ലുമ്മയുടെ അവിടേക്ക് ഇടട്ടെ. പൗഡറൊക്കെ ഇട്ടു. അപ്പം എൻ്റെ മോൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതുപോലെ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേ. അപ്പോൾ ഞാൻ ഡെയിലി പറയുന്ന ഡയലോഗ് തന്നെ പറയുന്നതാണ് കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ഒന്ന് മൊത്തം കിടക്കടാവാൻ കിടന്ന് എണീക്കണ്ടേ? തണുപ്പായണ്ടേ? ഇനിയിപ്പോൾ ഉടുപ്പൂരിയിട്ട് കാര്യമില്ല. ഈ വെയിൽ വരുമ്പോൾ ഒരു 2:30 മണിയാകുമ്പോൾ പിന്നെയും തണുപ്പ് വീഴും. അപ്പം നമ്മുടെ പൊന്നൊന്ന് എണീറ്റ് ഹായ് കൊടുത്തേ. എല്ലാവർക്കും ഹായ് കൊടുത്തേ. ബാ, നമ്മുടെ പൊന്ന് ബോയ്ഷോടൊക്കെ അല്ല ഇരുന്നേ. ഇങ്ങനെയൊക്കെ നോക്കണത്. ഒരു ഹായ് കൊടുത്തേ എല്ലാവർക്കും. ഹായ്. ഇപ്പുറത്തെ കൈൻ്റെ ഒരു ഹായ് കൊടുത്തേ പൊന്നോ. ഒരു ഹായ് കൊടുക്ക. ഇങ്ങനെയാണോ ഹായ് തരുന്നത്? പൊക്കി തന്നാലേ എല്ലാവരും കാണുള്ളൂ. ഒരു ഹായ് കൊടുത്തേ പൊന്നോ. കൂടൂല മോൻ്റെ അടുത്ത്. ഗുഡ് ബോയ് അല്ലേ മമ്മിയുടെ മോൻ? ഗുഡ് ബോയ്. സുന്ദരനല്ലേ? ഒരു ഹായ് കൊടുക്കുക. അമ്മയുടെ പൊന്ന് ഒരു ഹായ് കൊടുത്തേ പൊന്നാ. നമ്മുടെ പൊന്നല്ലേടി. അങ്ങനെയല്ല, വഴക്കിട്ട് വരല്ലേ. നേരം വേണണ്ട. ഹായ് താ. നമ്മുടെ പൊന്നൊരു ഹായ് തന്നേരി. മമ്മി അതേ വീഡിയോ വൈൻഡപ്പാക്കാൻ പോകുന്നു. ഒരു ഹായ് തന്നേരി. എല്ലാ ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്ക്, അനിമാർക്ക്, അങ്കന്മാർക്ക് ഒക്കെ നമ്മുടെ സ്കൂൾ ഒരു ഹായ് തരുവേ. കൊടുത്തേ ഹായ് കൊടുത്തേ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ പൊന്നാ.
ചോ ഇന്നെന്തോ ഭയങ്കര മൂഡ് ഔട്ടാണല്ലോ. കാല് തരുമോ സ്കൂബ് തരുമോ? ഹായ്. ആര് തരും? മോനാണോ തരുന്നത്? സ്കൂബ് തരും. ഹായ് ഹായ് തന്നെ. അല്ലെങ്കിൽ കാലു തരും കേട്ടോ. കാലുവിന് ഗുഡ് ബോയ് ആണോ സ്കൂബു ആണോ ഗുഡ് ബോയ്? മമ്മി ഉമ്മൻ തരാനല്ലേ പറഞ്ഞത്, ഹായ് തരാൻ. ഒരു ഹായ് ഹായ്, ഒരു ഹായ്, ഒരു ഹായ് ഹായ്. അപ്പോൾ എല്ലാവർക്കും മുഖം ഇടന്നുകൊണ്ട് ഹായ് തന്നെ. ഇന്ന് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ കൊച്ചിന്, ഭയങ്കര ക്ഷീണമാണ്. ഒന്നും കൂടെ തന്നെ ഹായ്. ചുറ്റു ഹായ് തന്നേടി. അറ്റുറ്റു ഹായ് തന്നേടി. എടേ പൊക്കിത്താ കൈ പൊക്കിത്താടാ. ഇത് കൊച്ചിന് ഭയങ്കര ക്ഷീണമാണ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇതൊന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. ശരി, ഓക്കെ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണേ.